കേരളത്തിലെ ആദ്യത്തെ ബി.ജെ.പി. മേയറെ തീരുമാനിക്കാൻ ബി.ജെ.പി. സംസ്ഥാന നേതൃതലത്തിൽ ചർച്ചകൾ സജീവം. വി രാജേഷിനെ മേയറായും ആർ ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയറായും പരിഗണിച്ചാണ് ചർച്ചകൾ. അതേസമയം തിരുവനന്തപുരത്തെ മികച്ച വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭാ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കും ബി.ജെ.പി. കടന്നിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതീക്ഷിച്ച വിജയം നേടിയതിൽ ആത്മവിശ്വാസമാണ് ബി.ജെ.പിക്കുള്ളത്. മുതിർന്ന ബി.ജെ.പി. നേതാവ് വി രാജേഷും ആർ ശ്രീലേഖയുമാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ആരാകും മേയർ എന്ന കാര്യത്തിൽ ബി.ജെ.പി. ഇതുവരെ തീരുമാനം വ്യക്തമാക്കിയിട്ടില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം നിർണായകമാകും. ജില്ലാ ബി.ജെ.പിയിൽ നിർണായക സ്വാധീനമുള്ള വി രാജേഷിനെ മേയറാക്കിയാൽ ആർ ശ്രീലേഖ ഡെപ്യൂട്ടി മേയറാകുമെന്നാണ് വിവരം. ഇതു സംബന്ധിച്ച ചർച്ചകൾ ബി.ജെ.പിയിൽ സജീവമാണ്. മേയർ ആരെന്നത് സംസ്ഥാന അധ്യക്ഷൻ തീരുമാനിക്കുമെന്നായിരുന്നു വി രാജേഷിന്റെ പ്രതികരണം. കൃത്യമായിട്ടുള്ള ഒരു ഭരണസമിതിയെ തന്നെയായിരിക്കും ചർച്ച ചെയ്ത് തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നേതൃത്വം, പ്രത്യേക സംസ്ഥാന അധ്യക്ഷൻ, ജില്ലാ അധ്യക്ഷനൊക്കെ തന്നെ അടങ്ങുന്ന ടീം അതിനെക്കുറിച്ച് കൃത്യസമയത്ത് തന്നെ പറയും. RSSന്റെ അഭിപ്രായം കൂടി തേടി ഉടൻ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് നീക്കം. കേവല ഭൂരിപക്ഷമില്ലാത്ത ബി.ജെ.പിക്ക് 2 സ്വതന്ത്രന്മാരുടെ പിന്തുണ നിർണായകമാണ്. എന്നാൽ ഒരു മുന്നണികളുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും നിലപാടെടുത്തിട്ടില്ല എന്നുമായിരുന്നു കണ്ണമ്മൂലയിൽ സ്വതന്ത്രനായി വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. ഒരു സ്വതന്ത്രനെ ജയിപ്പിച്ചെടുക്കുന്ന സാഹചര്യം ഒരുപക്ഷെ ഒരു കോസ്റ്റൽ ഏരിയയിലൊക്കെ ചിലപ്പോൾ നടന്നേക്കും, ഇവിടെ നടക്കുമോ? അപ്പോൾ അത് ചെയ്ത ആളുകളോടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? അതിന് സ്ഥാനവും ഒരു വാഗ്ദാനവും പ്രശ്നമല്ല. ആളുകൾ എന്താണോ കൂട്ടായി പറയുന്നത് ആ തീരുമാനം ഉരുത്തിരിയുന്നവരെ ഞാൻ കാത്തിരിക്കും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആലോചനകളിലേക്കും ബി.ജെ.പി. കടന്നിട്ടുണ്ട്. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം നിയമമണ്ഡലങ്ങളിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ തന്നെയെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ശാസ്തമംഗലം വാർഡിലെ വിജയത്തിന് പിന്നാലെ ആർ ശ്രീലേഖയെ നിയമസഭയിൽ മത്സരിക്കാനും തീരുമാനമായിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.